അനന്തപുരിയിൽ എല്ലാവരും അനിക്ക് വിവാഹം ആലോചിക്കുകയാണ്. അങ്ങനെ കുറേ ഫോട്ടോസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോസ് എല്ലാം മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുകയാണ്. ഈ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുക്കുന്നത് നവീൻ്റെ അമ്മയാണ്. നവീൻ്റെ അമ്മ നവീന് ചേരാത്ത ജാതകമെല്ലാം ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. ഒരു പെൺകുട്ടിയെ നല്ല ഇഷ്ടമായി, എന്നാൽ നവീൻ്റെ ജാതകവുമായി ചേരില്ല, അതുകൊണ്ട് അനിക്ക് ആലോചിക്കണം എന്നൊക്കെ പറയുകയാണ് നവീൻ്റെ അമ്മ. അങ്ങനെ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് അനി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഗൂഢാലോചനയൊന്നുമല്ല, നിന്നെ ഒന്ന് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു, അതിൻ്റെ ആലോചനയിലാണ് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ദേവയാനി ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നോക്കൂ മോനെ, ഇത് നല്ല പെൺകുട്ടിയാണ്, മോന് ചേരും എന്ന് പറയുന്ന സമയത്ത് എനിക്കിപ്പോൾ വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ല, ഇപ്പോൾ ബിസിനസ്സിലേക്കാണ് എൻ്റെ ശ്രദ്ധ, ബിസിനസ്സെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കുറച്ച് നാൾ എനിക്ക് ഫ്രീ ആയി നടക്കണം എന്നൊക്കെ അനി പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ പ്രായമായി വരികയില്ലേ, കൊച്ചുമക്കൾ കുടുംബമായി ജീവിക്കുന്നതും അവരുടെ എല്ലാം കുട്ടികളെ കാണാനും ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്തണം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. ഇതിനു മുൻപ് അനാമികയുമായുള്ള എൻ്റെ വിവാഹം മുത്തശ്ശൻ്റെ മുത്തശ്ശി വാക്ക് കൊടുത്തത് കൊണ്ടാണ് അവൾ എൻ്റെ തലയിലായത്, അതുകൊണ്ട് ഇനി എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അതെൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാകണം, അല്ലാതെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയും ഒരുപാട് നിർബന്ധിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അനി. നിനക്കിഷ്ടമുള്ള പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചോ, എന്നാൽ അത് എത്രയും പെട്ടെന്ന് വേണം എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, എനിക്ക് ഇപ്പോൾ വിവാഹം വേണ്ട, 2 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് അനി പറയുമ്പോൾ, അധികം ഏജുള്ള ആളുകളെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ വിവാഹം കഴിക്കില്ല, ഏജ് ഡിഫറൻസ് ഒരു മെയിൻ ഫാക്ടറാണല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്കൊരു 30 വയസ്സാകുമ്പോഴാണല്ലോ വിവാഹം നടക്കുക, അപ്പോൾ ഒരു 26 വയസ്സുള്ള കുട്ടിയെ മതി, അപ്പോൾ അധികം ഏജ് ഡിഫറൻസ് ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അനി. അപ്പോൾ നിനക്ക് 30 വയസ്സായിട്ട് കല്യാണം മതിയോ എന്ന് ജാനകി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മതി എന്ന് അനി പറയുകയാണ്. ആ സമയം അനി പറയുന്നുണ്ട്, ഈ ഫോട്ടോസ് എല്ലാം നിങ്ങൾ നവീൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്ക്, അവിടുന്ന് അവർ ഈ ഫോട്ടോസ് ഇങ്ങോട്ട് അയച്ചു തന്നതാണ് എന്ന് ജാനകി പറയുന്നുണ്ട്. അവിടെയും പെണ്ണാലോചനയെല്ലാം നടക്കുന്നുണ്ട് അല്ലേ, ഇവിടെ ഡിവോഴ്സ് നടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി ഇനി എനിക്ക് വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് അനി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണെന്നാണ് തോന്നുന്നത് എന്ന് ദേവയാനി പറയുമ്പോൾ, ആദ്യമായിട്ട് പ്രണയിച്ച കുട്ടിയിലെ മനസ്സിൽ നിന്ന് പോകാൻ ഇത്തിരി സമയമെടുക്കും എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, എത്ര സമയമെടുത്താലും വേണ്ടിയില്ല, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല, ഒരു വീട്ടിൽ നിന്ന് 3 പെൺകുട്ടികൾ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വരേണ്ട ആവശ്യമില്ല, അതൊരിക്കലും ശരിയാകില്ല എന്ന് ജാനകി പറയുന്നുണ്ട്. നീ നിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നോ, പക്ഷെ അവൻ്റെ വിവാഹം നടക്കണമെങ്കിൽ അവൻ്റെ സമ്മതം ആവശ്യമാണ്, അതിനുള്ള കാര്യങ്ങൾ നീ ആദ്യം ചെയ്യ് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അബിയാണ്. അനിയെ ജൂനിയർ MD ആയി തിരഞ്ഞെടുത്തതിൻ്റെ വീഡിയോ വളരെ വിഷമത്തോടു കൂടി കാണുകയാണ് അബി. ആ സമയം നവ്യ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്കെന്താ ഒരു വിഷമം ചോദിക്കുന്ന സമയത്ത് അബി ആ വീഡിയോ നവ്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ട നവ്യ പറയുന്നുണ്ട്, നിനക്ക് കിട്ടേണ്ട അവസരമായിരുന്നു, അത് അനി തട്ടിയെടുത്തു, എന്ത് പറയാനാ നവ്യെ, ആദർശേട്ടന് എന്നോട് അസൂയയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്ന് അബി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, AM ജ്വല്ലറി ഒരുപാട് പരസ്യങ്ങൾ ഇറക്കുന്നുണ്ട്, മൂർത്തിസ് ജ്വല്ലറിയിലെ മരുമകൾ ഞാനായതുകൊണ്ട് തന്നെ AM ജ്വല്ലറിക്ക് നല്ലൊരു പിടിവള്ളിയാണ്, എന്നെ വെച്ചുകൊണ്ട് മൂർത്തിസ് ജ്വല്ലറിക്കെതിരെ കളിക്കാനാണ് അവരുടെ പ്ലാൻ, നമുക്കെന്തായാലും മൂർത്തിസ് ജ്വല്ലറിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ, എന്തായാലും നമുക്ക് ഒരുപാട് പണം ഉണ്ടാക്കാം എന്ന് നവ്യ പറയുകയാണ്. ആ സമയം അബി പറയുന്നുണ്ട്, നീ എന്തായാലും നിൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങളെല്ലാം ചെയ്തോ, എന്നാലും നീ നിൻ്റെ ഇഷ്ടത്തിനാണ് പരസ്യത്തിൽ അഭിനയിക്കുന്നതെന്ന് എല്ലാവരോടും പറയണം, എല്ലാവരുടെ മുന്നിൽ വെച്ച് ചിലപ്പോൾ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു എന്ന് വരും, അത് നീ കാര്യമാക്കണ്ട എന്നൊക്കെ അബി പറയുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, നിന്റെ അഭിപ്രായം നീ തുറന്നു പറഞ്ഞോ, നീ ആരൊക്കെയോ പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, പലപ്പോഴും ആദർശേട്ടൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ പേടിപ്പിക്കുന്നുണ്ട്, ഇനി ചന്തുമോൾ നിന്റെ കുഞ്ഞാണോ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ചന്തുമോളെ കാര്യത്തിൽ ആദർശ് നല്ല നാണം കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞാണെന്ന് സ്ഥാപിക്കാൻ നോക്കൂ, പക്ഷെ നീ അത് വിശ്വസിക്കരുത്, നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അതാണ് എൻ്റെ ശക്തി എന്നൊക്കെ പറയുകയാണ് അബി. അത് കേൾക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇനി ആര് വിചാരിച്ചാലും നമ്മളെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീ ടെൻഷനാകണ്ട, അവർ നിനക്ക് തരുന്ന തിരിച്ചടിയൊന്നും നീ കാര്യമാക്കുകയും വേണ്ട, നമുക്ക് നമ്മളുടേതായ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കാൻ നവീനെയാണ്, ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുകയാണ്, എന്നിട്ട് നന്നായി ഒരുങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, എന്താ സാറ് പെണ്ണ് കാണാൻ പോവുകയാണോ എന്ന്. അങ്ങനെ അതേന്ന് നവീൻ പറയുന്നുണ്ട്. ഇതേ സമയം അനി ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത്
നവീൻ്റെ 4-5 മിസ് കോൾ കാണുകയാണ്. ആ സമയത്ത് എനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. എന്താ ഇവനൊരു പണിയുമില്ലേ? ഏതു നേരവും എൻ്റെ പെണ്ണിനെ കിട്ടുന്ന കാര്യം മാത്രമാണല്ലോ അവൻ്റെ ചിന്ത എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ചിന്തിക്കുകയാണ് അനി. ഇതേ സമയം കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു നവീനെ കാത്തു നിൽക്കുകയാണ്. നന്ദു ഏൽപ്പിച്ചൊരു കേസ് നവീൻ വിജയിപ്പിച്ചതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി നവീന് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ് നന്ദു. നന്ദുവിനെ കാണാൻ വേണ്ടി വളരെ സുന്ദരനായി ഒരുങ്ങി വന്നിരിക്കുകയാണ് നവീൻ. അങ്ങനെ രണ്ടുപേരും വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നവീൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ അനിയെ വിളിക്കാതിരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അനി വലിയ തിരക്കാണ്, ഏട്ടൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ബിസിനസ് എല്ലാം അവൻ തന്നെ നോക്കി നടത്തേണ്ടേ. ആ സമയം നവീൻ പറയുന്നുണ്ട്, ഞാൻ അനിയെ വിളിച്ചിരുന്നു, പക്ഷേ അവൻ ഫോൺ എടുത്തില്ല, ചിലപ്പോൾ തിരക്ക് കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ്. നവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു പോലീസുകാരിയാണെന്ന് നവീൻ പറയുകയാണ്. എന്നെപ്പോലെയാണോ എന്ന് നന്ദു ചോദിക്കുന്ന സമയത്ത് തന്നെപ്പോലെ എന്നല്ല താൻ തന്നെയാണ് എന്ന് പറയുകയാണ് നവീൻ. ആ സമയം നന്ദു പറയുന്നുണ്ട്, എന്നെപ്പോലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ നവീനേട്ടൻ വിവാഹം കഴിക്കാത്തതാണ് നല്ലത്. കാരണം എന്നെപ്പോലെ ഒരു പെൺകുട്ടിയും നവീനേട്ടൻ്റെ അമ്മയും ഒരിക്കലും ഒത്തുപോകില്ല. അത് കേൾക്കുമ്പോൾ നവീൻ്റെ മുഖം വല്ലാതെയാകുന്നുണ്ട്. അങ്ങനെ നവീൻ ചോദിക്കുന്നുണ്ട്, നന്ദുവിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, നന്ദു ആരെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് നവീൻ പറയുന്നുണ്ട്, ഇതേ ചോദ്യം നവീനേട്ടൻ മുൻപ് എന്നോട് ചോദിച്ചതാണ്. എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നവീനേട്ടൻ്റെ മനസ്സിലുള്ള ആളെ പറയാതെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആളെ പറയില്ല. അപ്പോൾ നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ടാണ് അനി. അവനോട് ഞാൻ തുറന്നു പറയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അനി എന്ന് പറയുമ്പോൾ, എടാ അത്രയും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണോ നീ എൻ്റെ കാര്യം പറയാത്തത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നവീൻ. അങ്ങനെ ആകെ ടെൻഷനായി നിൽക്കുകയാണ് അനി. നന്ദു ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് നവീൻ നന്ദുവിനോട് കാര്യം തുറന്നു പറയുമോ എന്ന ടെൻഷനാണ് അനിക്ക്. അങ്ങനെ അനി നവീനെ വിളിക്കുകയാണ്. എടാ ഞാൻ നിന്നെ വിളിച്ചിരുന്നു, നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്ന് നവീൻ ചോദിക്കുകയാണ്. അത് പിന്നെ തിരക്കായത് കൊണ്ടാണ് എന്ന് അനി പറയുന്നുണ്ട്. നീ തിരക്കായിരിക്കുമെന്ന് നന്ദു എന്നോട് പറഞ്ഞു. നന്ദു ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. നന്ദുവിൻ്റെ വകയാണ് ഇന്ന് എനിക്ക് ട്രീറ്റ് എന്ന് പറയുകയാണ് നവീൻ. നവീൻ പറഞ്ഞത് കേട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.